നമ്മളിൽ ഒരുപാട് പേർക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള തോന്നൽ, 3 നേരം 4 നേരം കഴിക്കുന്നതിന് പുറമേ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഫ്രിഡ്ജ് തുറന്ന് നോക്കുക, അടുക്കളയിൽ പോവുക, എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ചിലർക്ക് ഉറക്കം, സദാസർവകാലവും ഉറക്കം തൂങ്ങിയായിരിക്കും എല്ലാ ജോലിയും ചെയ്യുന്നത്. ചിലർക്ക് ഈ അലസത, മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, കാശുണ്ടാക്കണം, കാറ് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്ത ഒരു സ്വഭാവം, എല്ലാത്തിലും ഒരു അലസത, ചെയ്യാം. അപ്പം ഇവരൊക്കെ എന്ത് ചെയ്യുവെച്ചാൽ ഡേ ഡ്രീമിങ്ങിലാണ് ഒരുപാട് സമയം ചെലവിടുന്നത്. ഡേ ഡ്രീമിംഗ് എന്ന് വെച്ചാൽ ഈ പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും, അല്ലാതെ കാര്യത്തിൽ എടുത്തു ചെയ്യാനൊന്നും അവർക്ക് തോന്നുന്നില്ല. ലൈഫിലൊരു ഉന്മേഷമില്ലാതിരിക്കുമ്പോഴേ നമ്മുടെ ജോലി സ്ഥലത്തും നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ വെളി വരത്തില്ല. അപ്പം പ്രൊമോഷൻ കിട്ടേണ്ട സമയത്ത് പ്രൊമോഷൻ കിട്ടത്തില്ല, നല്ല പേര് എടുക്കേണ്ട സ്ഥലത്ത് നല്ല പേര് എടുക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പം അത് ഫൈനാൻഷ്യലായിട്ടും നമ്മളെ ബാധിക്കും. ഈ സ്വഭാവങ്ങളെ സംബന്ധിച്ച് ഉള്ള അസുഖങ്ങൾ, ഓവർ ഈറ്റിംഗ്, സദാസർവകാലവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ഒബീസിറ്റി എന്ന് വെച്ചാൽ അളവിന് അധികമായിട്ടുള്ള വണ്ണം. അപ്പം വണ്ണം തടി കൂടുമ്പോൾ എന്താകും, ഹൈ BP ആകും. അതല്ലാതെ സദാസർവകാലം കഴിക്കുമ്പം അജീർണക്കോളാറുകൾ ഉണ്ടാകും. ഈ അലസത കൊണ്ടേ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം, നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യത്തില്ല, വൈകുന്നേരം ജോലിക്ക് പോയിട്ട് വന്നാൽ ഡ്രസ്സ് പോലും മാറ്റത്തില്ല, കുളിക്കത്തില്ല, അങ്ങനെ കിടന്ന് ഉറങ്ങും. വെയിറ്റ് കൂടുമ്പം അതിനെ സംബന്ധിച്ചുള്ള പല കാരണങ്ങൾ, അതായത് നീ പെയിന്, ആർത്രൈറ്റിസ്, കാര്യങ്ങളെല്ലാം ഒന്നിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പം ഇതിന് ഒരേ ഒരു കാരണമേ എനിക്ക് പറയാനുള്ളൂ. അത് അവരുടെ മൂലാധാര ചക്ര ലോ ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെയും നേരാക്കി എടുക്കണമെങ്കിൽ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ, മൂലാധാര ചക്രാവിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതുമാത്രമല്ല, എൻ്റെ ചക്ര ഹീലിംഗ് ക്ലാസ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വരും, അതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക.